ഹലോ, നമസ്കാരം. മാത്സിന് ശേഷം ഭൂരിഭാഗം കുട്ടികളും ടഫാണെന്ന് പറയുന്ന ഒരു സബ്ജക്റ്റാണ് ഫിസിക്സ്. കാരണം എന്താ? അതിൽ പ്രോബ്ലംസ് പാർട്ട് വരുന്നുണ്ട്, തിയറി വരുന്നുണ്ട്, ഡയഗ്രാംസ് വരുന്നുണ്ട്, യൂണിറ്റ്സുകൾ, ഡെറിവേഷൻസ് ഇതെല്ലാം വരുന്നുണ്ട്. സോ കറക്റ്റായിട്ടുള്ള ഒരു മെത്തേഡ് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഫിസിക്സിനെ നമുക്ക് പെട്ടെന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. സോ അതിന് വേണ്ട കുറച്ച് ടിപ്സുകളാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം ഫിസിക്സിൽ ഒരുപാട് യൂണിറ്റ്സുകളുണ്ട്. ഫണ്ടമെൻ്റൽ യൂണിറ്റ്സുകളുമുണ്ട്, ഡിറൈവ്ഡ് യൂണിറ്റ്സുകളുമുണ്ട്. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികളായ മാസ്, ലെങ്ത്, ടൈം ഇതിൻ്റെ യൂണിറ്റുകളെയാണ് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സുകൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, മാസിൻ്റെ യൂണിറ്റാണെന്ത്? കിലോഗ്രാം. ലെങ്ത്തിൻ്റെ യൂണിറ്റാണെന്ത്? മീറ്റർ. ടൈമിൻ്റെ യൂണിറ്റോ സെക്കൻഡ്. ഇത് മൂന്നുമാണ് ഫണ്ടമെൻ്റൽ യൂണിറ്റ് എന്ന് പറയുന്നത്. ഈ ഫണ്ടമെൻ്റൽ യൂണിറ്റുകളിൽ നിന്നും മറ്റ് യൂണിറ്റുകളെ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഡിറൈവ് ചെയ്തെടുക്കാവുന്ന യൂണിറ്റുകളെയാണ് ഡിറൈവ്ഡ് യൂണിറ്റുകൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റാണ് ഓം, റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റാണ് ഓം മീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, പവറിൻ്റെ യൂണിറ്റാണ് വാട്ട്. ഇങ്ങനെ ഒരുപാട് ഡിറൈവ്ഡ് യൂണിറ്റുകളുണ്ട്. ഈ യൂണിറ്റുകളെല്ലാം നമ്മൾ ഒരു നോട്ട്ബുക്കിൽ എഴുതി വെച്ച് ബൈ ഹാർട്ട് ചെയ്തിട്ട് തന്നെ പഠിക്കണം. കാരണം എക്സാമിൻ്റെ ടൈമിൽ യൂണിറ്റുകൾ ഡയറക്റ്റായിട്ടും ചോദിക്കാറുണ്ട്. അതുമാത്രമല്ല പ്രോബ്ലംസിലെല്ലാം അത് അപ്ലൈ ചെയ്യാനും വരാറുണ്ട്. സോ യൂണിറ്റുകളെല്ലാം നിങ്ങൾ നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതി പഠിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ടിപ്പ്. ഓക്കെ, സെക്കൻഡ്, ഫിസിക്സിൽ ഒരുപാട് ഫോർമുലാസ് ഉണ്ടായിരിക്കും. ഈ ഫോർമുലാസ് നമ്മുടെ സ്റ്റഡി ബുക്കുകളുടെ ഇടയിലായിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അല്ലാതെ ഫോർമുലാസ് മാത്രം കുറിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ നോട്ട്ബുക്കിൽ ഫോർമുലാസ് മാത്രം കുറിച്ചിടുക. ഇത് എക്സാം ടൈംസിൽ പഠിക്കാനും അതുപോലെ തന്നെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. ഫോർമുലാസ് നോട്ട്ബുക്സിൽ കുറിച്ചിട്ടാൽ മാത്രം പോരാ, ഡെയിലി നമ്മൾ എന്ത് ചെയ്യണം? അതിനെ റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കണം. പിന്നെ നെക്സ്റ്റ് ടിപ്പാണ്, ഫിസിക്സിൽ ഒരുപാട് ഡയഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അല്ലേ? ഈ ഡയഗ്രാംസ് നമ്മൾ വരച്ചിട്ട് തന്നെ പഠിക്കണം. ഒരിക്കലും നോക്കി പഠിക്കരുത്, വരച്ച് തന്നെ പഠിക്കണം. ശേഷം ഡയഗ്രാംസിലെ ഓരോ ഭാഗങ്ങളും കറക്റ്റായിട്ട് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതിനെ അടയാളപ്പെടുത്തുകയും വേണം. പിന്നെന്താ ഫിസിക്സിൽ വരുന്നത്? എക്സ്പെരിമെൻറ്റ്സ് ആണ്. എക്സ്പെരിമെൻറ്റ്സ് നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്ന എക്സ്പെരിമെൻറ്റ്സ് ആണ് എന്നുണ്ടെങ്കിൽ, ലാബിലൊക്കെ പോയിട്ട് ചെയ്യാൻ പറ്റുന്ന എക്സ്പെരിമെൻറ്റ്സ് ആണ് എന്നുണ്ടെങ്കിൽ, കമ്പോണൻസുകളെല്ലാം അവൈലബിൾ ആയിട്ടുള്ള കമ്പോണൻസ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്തിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. അല്ലാത്ത എക്സ്പെരിമെൻറ്റ്സ് ആണ് എന്നുണ്ടെങ്കിൽ കറക്റ്റ് അനലൈസ് ചെയ്ത് പഠിക്കുക. അല്ലാതെ കാര്യം എന്തെന്നറിയാതെ ഒരിക്കലും